വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതോടെ പ്രതിസന്ധിയിലായി തൊഴിലാളികൾ. ടൂറിസം കേന്ദ്രങ്ങളിലെ ജീവനക്കാരും ഹോട്ടൽ തൊഴിലാളികളുമാണ് പണിയില്ലാതെ പ്രതിസന്ധിയിലായത്. വന്യമൃഗ പ്രശ്നത്താൽ പൂട്ടിയിട്ട കേന്ദ്രങ്ങൾ ഉടൻ തുറക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലെത്തുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. എന്നാൽ ഈ മാസങ്ങളിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയത് ഈ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ ഗുരുതരമായാണ് ബാധിച്ചത്. നടപടിയിൽ പ്രതിഷേധിച്ച തോൽപ്പെട്ടി, കുറുവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികൾ പിച്ചയെടുത്തും പട്ടിണിക്കഞ്ഞി വെച്ചും പ്രതിഷേധിച്ചു. കുറുവാദ്വീപില് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് കുറുവാദ്വീപ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് തുറന്ന് വന്ന് എല്ലാവരുടെയും കടങ്ങളും ബാധ്യതകളും തീർന്നു വരുന്ന സമയത്ത് ആണ് വീണ്ടും ഞങ്ങൾ കൂടുതൽ ലോണുകൾ എടുത്തുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ശരിക്കും തിരക്കുകൾ വരുന്നത്. അപ്പോൾ വീണ്ടും ആനയുടെ ശല്യം പറഞ്ഞുകൊണ്ട് അനാവശ്യ നിയന്ത്രണങ്ങൾ പറഞ്ഞുകൊണ്ട് കുറുവാദ്വീപ് വീണ്ടും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ ഉടൻ തുറക്കാൻ നടപടിയില്ലെങ്കിൽ കളക്ട്രേറ്റിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. കർണാടകയിലെ നാഗർഹോളയിൽ നൂറുകണക്കിന് സഞ്ചാരികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സന്ദർശനം നടത്തുമ്പോഴാണ് കടുത്ത നിയന്ത്രണങ്ങളോടെ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചത്. ലോണെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്നും പലിശയ്ക്ക് പണം കണ്ടെത്തിയുമാണ് ടാക്സി തൊഴിലാളികളും ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകരും ഇവിടെ ജോലി ചെയ്തു പോരുന്നത്. എത്രയും വേഗം ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, വയനാട്.